welcome to 9th standard social science class. Dear students, in the previous class we learned something about national income. There, what is national income? Why do we calculate national income? And what are the main concepts related with the national income? അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ ഇൻകം ഓർ ദേശീയ വരുമാനം എന്താണ്, എന്തിനു വേണ്ടിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്, അതുപോലെ ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. Can you say the main concepts related with the national income? Can you say? The main concepts related with the national income are gross national product, gross domestic product, net national product and per capita income. അതായത് 4 ആശയങ്ങളാണ് ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുന്നത്. ഒന്ന് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഓർ GNP, അടുത്ത ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നെക്സ്റ്റ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. How can we calculate this net national product? Net national product is equal to gross national product minus depreciation charges. And next, per capita income can be find out by dividing the national income with the total population. The net national product എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, per capita income എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? The national product is equal to or NNP is equal to GNP minus ഡിപ്രീസിയേഷൻ ചാർജസ്, തേയ്മാന ചെലവ്, മൊത്ത ദേശീയ വരുമാനം മൈനസ് മൊത്ത ദേശീയ ഉൽപ്പന്നം ന്യൂനം തേയ്മാന ചെലവ്. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം ഓർത്ത പ്രതിശീർഷ വരുമാനം കണ്ടുപിടിക്കുന്നത് ആകെയുള്ളതായ ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഐ തിങ്ക് ദാറ്റ് ഓൾ ഓഫ് യു ആർ വെരി ഫെമിലിയർ അബൌട്ട് ദോസ് തിങ്സ്. Then, next about how can we calculate national income? എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? In the previous standard, that is in the 8th standard, you studied what are the factors of production, how many factors of productions are there, and also the names of the remunerations for this for factors of production for participating in the production process. അതായത് 8ാം ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കാൻ ഉപയോഗിക്കുന്നതായ ഘടകങ്ങൾ ഏതൊക്കെ, അതായത് ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഘടകങ്ങൾ ഏതെല്ലാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആർ ദ 4 factors of production for they are participating in the production process. ഏതൊക്കെയാണ്? ലാൻഡ് ഭൂമി, മലയാളം ഭൂമി, ലേബർ തൊഴിലാളി, ക്യാപിറ്റൽ മൂലധനം, and also for the last is that organization, അതായത് ഭൂമി, then തൊഴിലാളി, മൂലധനം, the last is the സംഘാടന. ഈ 4 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഉൽപ്പന്നം ആയിട്ടും അല്ലെങ്കിൽ ഉൽപാദന പ്രക്രിയ പൂർത്തീകരിക്കപ്പെടുന്നത്. ഈ ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിന് ഓണേഴ്സിന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന്റെ ഓണേഴ്സിന് കിട്ടുന്ന പ്രതിഫലമാണ് ഏതൊക്കെയെന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ remuneration for these 4 factors of productions. ലാൻഡിന് കിട്ടുന്നതാണ് റെന്റ്, the rent for land and the wage for labor and interest for capital and profit for organizer. അതായത് ഉൽപാദന പ്രക്രിയയില് ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പാട്ടമോ വാടകയെന്ന് പറയും. അതുപോലെ തൊഴിലാളിക്ക് ജോലിക്ക് കൂലി കിട്ടും, മൂലധനത്തിന് പലിശ കിട്ടും. അതുപോലെ ഇതെല്ലാം കൂടെ കമ്പൈൻഡ് എഫർട്ട് നടത്തുമെന്ന് പറയുന്ന ഓർഗനൈസറാണ്. ആ ഓർഗനൈസറിന് കിട്ടുന്നതാണ് എന്താണ് ലാഭം എന്ന് പറയുന്ന പ്രോഫിറ്റ് എന്ന് പറയും ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. നെക്സ്റ്റ് അബൌട്ട് how can we calculate national income? There are 3 methods to calculate national income. There are 3 methods to calculate national income. They are production method, the next income method, and the last is the expenditure method. Production method, expenditure method, and income method. Income method means then the factors of production
ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് എന്താ ഇൻകം മെത്തേഡ് ഓർ നാഷണൽ ഇൻകം എന്ന് പറയുന്ന രീതിക്ക് പറയുന്നതാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ഈസ് ദാറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അതായത് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, അതായത് ഉപഭോഗത്തിനും അതുപോലെ നിക്ഷേപത്തിനും വേണ്ടി ചെലവഴിക്കുന്ന തുക, അതാണ് ആകെ ഇൻകം. ഈ ഒന്നുകിൽ ഇൻവെസ്റ്റ്മെന്റ് അതല്ലെങ്കിൽ കൺസംഷൻ ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ആദ്യം in the production method, the national income is calculated by adding up the money value of goods and services produced by the primary sector, secondary sector and the tertiary sector. In the production method, national income is service sector, tertiary sector, തൃതീയ മേഖല എന്ന് പറയുന്നതാണ് സേവന മേഖല എന്ന് പറയുന്നത്. ഈ മൂന്ന് മേഖലയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം പണത്തിൽ കാണുമ്പോൾ അത് കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, എന്താ പ്രൊഡക്ഷൻ മെത്തേഡിലൂടെ നമുക്ക് ദേശീയ വരുമാനം കിട്ടുന്നത്. ഇതിന്റെ വൺ ഓഫ് ദ മേജർ ബെനിഫിറ്റ്സ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഫ്രം ദിസ് മെത്തേഡ് വി ക്യാൻ അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് സെക്ടർ ടുവേഴ്സ് ദ നാഷണൽ ഇൻകം. ഈച്ച് സെക്ടർ ടുവേഴ്സ് ദ നാഷണൽ ഇൻകം, അതായത് കാർഷിക മേഖലയിൽ നിന്നും വ്യാവസായിക മേഖലയിൽ നിന്നും സേവന മേഖലയിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷൻ ഓർ സംഭാവന ദേശീയ വരുമാനത്തിൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട്, സെക്ടറൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. The second method is that the income method. The second method to calculate national income is that the income method or the വരുമാന രീതി. ഈ വരുമാന രീതി എന്ന് പറയുമ്പോഴെന്താണ്, the income method, national income is calculated by adding up the rent, wages, interest and profit. They are the income or the owners of the factories of production. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്ന വരുമാനം എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഒരു രാജ്യത്തെ നാഷണൽ ഇൻകം എന്ന് പറയും. ഇൻകം മെത്തേഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ adding up the contribution of the factors of production or the contribution of factors of production. They are the rent, wages, interest and profit. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണേഴ്സിന് കിട്ടുന്ന പ്രതിഫലം കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ബൈ ദിസ് മെത്തേഡ് we can understand the contribution of factors of production towards the national income. നേരത്തെ നമ്മള് നാഷണൽ ഇൻകം, അതായത് പ്രോഡക്റ്റ് മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാണുമ്പോഴും ഓരോ മേഖലകളുടെ കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ, രണ്ടാമത്തതില് എന്താണ് ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റെമ്യൂണറേഷന്റെ കോൺട്രിബ്യൂഷനാണ് നാഷണൽ ഇൻകത്തിലേക്ക് നമ്മൾ കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് തേർഡ് വൺ ഈസ് ദാറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് നാഷണൽ ആഡിങ് then the consumption expenditure and investment expenditure. Consumption expenditure and ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും നമ്മുടെ കൺസംഷന് വേണ്ടിയാണ് ഉപയോഗിക്കുക. അപ്പൊ കൺസംഷന് വേണ്ടി ചെലവഴിക്കുന്ന, ഇപ്പൊ നമ്മുടെ ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്ന, ഈ ഉപഭോഗത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വരുമാനം, നമ്മുടെ ഉപഭോഗത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന, അതാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുകയല്ല, കുറെയൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ കുറെയൊക്കെ നമ്മൾ സമ്പാദ്യം എന്തായിട്ട് മാറും, നമ്മുടെ നിക്ഷേപമായിട്ട് മാറും. ആ നിക്ഷേപത്തിന് ചെലവഴിക്കുന്ന തുക, അതാണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു എന്താണ്, നാഷണൽ ഇൻകം. ദിസ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. മൂന്ന് ബേസ് ആണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ പ്രൊഡക്ഷൻ മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് expenditure method are the three ways to calculate national income. What are those three methods to calculate national income? Then the production method, income method, the last is the expenditure method. Expenditure method is equal to the consumption expenditure plus investment expenditure. ഈ രണ്ട് ഭാഗത്തിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ചെലവഴിക്കുന്ന തുക കൂട്ടുമ്പോഴാണ് നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ആണ്. ഇതാണ് ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം, എങ്ങനെ നമുക്ക് നാഷണൽ ഇൻകം കണക്കാക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം? ദേ ആർ ഇൻകം മെത്തേഡ്, product method and expenditure method. Then
Next one is that there are certain challenges to calculate national income. What are the limitations or what are the difficulties in calculating national income? Can you say which is the agency office to calculate national income? CSO, Central Statistical Office is the official agency that calculates national income or to estimate national income in India. ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഔദ്യോഗിക ഓഫീസാണ്, ഒഫീഷ്യൽ ഓഫീസാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. Can you say which is the official agency that calculates or estimate national income in India? CSO, Central Statistical Office. That is the official agency that estimates national income in India. When about what are the difficulties while we calculate national income? What are the limitations to calculate national income? ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ഒത്തിരി പരിമിതികളുള്ള, ഒത്തിരി ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുണ്ട്. വാട്ട് ആർ ദോസ് ഡിഫിക്കൽട്ടീസ്? ലെറ്റ് us study one by one. നമുക്കത് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അതായത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് അനുഭവപ്പെടുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുള്ള അവരുടെ പരിമിതികൾ ഏതെല്ലാം ആണ്. ഫസ്റ്റ് ഈസ് ദാറ്റ് ലാക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. അതായത് അതായത് വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിന്റെ കിട്ടുന്ന റിമ്യൂണറേഷൻ എത്രയാണെന്നും സ്ഥിതി വിവര കണക്കുകളുടെ അഭാവം, അതായത് ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, വിശ്വാസയോഗ്യമായ കണക്കുകളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഡബിൾ കൗണ്ടിങ് വൈൽ ദേ പാസ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു സാധനം നമ്മൾ ഉത്പാദിപ്പിക്കുന്നു, അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് കടന്നതിന് ശേഷം വ്യത്യസ്ത ഘട്ടങ്ങൾ കഴിഞ്ഞാണ് അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ പല ഘട്ടങ്ങളിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മൂല്യം കണക്കാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ശരിയായിട്ടുള്ളതായ മൂല്യം കണക്കാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്ര എന്ന് കണക്കാക്കാനായിട്ട് സാധിക്കും. ഡബിൾ കൗണ്ടിങ്. The next one is that service of housewife is not calculated. Service of a housewife is not calculated. അതായത് ആ വീട്ടമ്മമാരുടെ സർവീസ് ഒന്നും തന്നെ കണക്കാക്കുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു ഹൗസ് വൈഫ് ഒരു സെർവന്റിനെ നിർത്തി കഴിഞ്ഞാൽ 10,000 രൂപയ്ക്ക് അവർക്ക് നമ്മൾ വേജായിട്ട് കൊടുക്കും. എന്നാൽ ഒരമ്മ, വീട്ടമ്മ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വീട്ടിൽ ചെയ്യുന്ന ജോലിക്കൊന്നും അതിനും തീരുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല, അതിന്റെ സേവനം കണക്കാക്കുന്നില്ല, ആ സേവനം പണത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നില്ല. അതൊരു വലിയൊരു പോരായ്മയാണ് ദേശീയ വരുമാനം കണക്കാക്കുക. സർവീസ് ഓഫ് ഹൗസ് വൈഫ്സ് ആർ നോട്ട് calculated. A production of self-consumption is not included in this process. The next one is that ignorance and illiteracy of the people to give correct data. Ignorance and illiteracy of the people to give correct data. Correct ആയിട്ടുള്ള കണക്ക് കൊടുക്കാൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അജ്ഞതയും നിരക്ഷരതയും കറക്റ്റായിട്ട് കണക്കുകൾ സൂക്ഷിച്ചു വെക്കുന്നതിനോ അതനുസരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതിനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. അത് വലിയൊരു പോരായ്മ. ഇഗ്നറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് ദ people. That creates certain problems to calculate national income. And also, consumers seldom maintain the expenditure incurred by them. അതായത് അവര് കൃത്യമായിട്ട് അവരുടെ ചെലവുകളൊന്നും തന്നെ അവര് സൂക്ഷിച്ചു വെക്കാറില്ല. The consumers seldom maintain expenditure incurred by them. അവർ ചെലവാക്കിയതിനെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകളൊന്നും അവർ രേഖപ്പെടുത്തി വെക്കാറില്ല. The above points are the limitations while calculating national income in India. Where you must study one by one what are the limitations connected with the national income calculations. Next is knowledge sector. What are the limitations connected with the national income calculations? Next is knowledge sector. Knowledge sector എന്ന് പറയുമ്പോൾ അറിവിന്റെ മേഖല. What is meant by this knowledge sector? It is the sector which efficiently uses the knowledge and ടെക്നോളജി ടു അറ്റൈൻ എക്കണോമിക് ഗ്രോത്ത്. അതായത് സാമ്പത്തിക വളർച്ച നേടിയെടുക്കുന്നതിന് വേണ്ടി അറിവും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്ന സെക്ടറാണ് നോളജ് സെക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെക്ടർ ബൈ വിച്ച് or it is a sector which efficiently uses knowledge
and technology to attain economic growth. അപ്പം അറിവും ടെക്നോളജിയും സാങ്കേതിക വിദ്യയും വളരെയധികമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് നോളജ് സെക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് എക്സെട്ര. ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് ഇവയൊക്കെ എന്ന് പറയുന്നതുപോലെയുള്ളതായ മേഖലകൾ എന്ന് പറയുന്നത് അറിവിന്റെ മേഖലകളാണ്. സാമ്പത്തിക വളർച്ച അറ്റൈൻ ചെയ്യാൻ രാജ്യത്തെ സഹായിക്കുന്ന അറിവിന്റെ മേഖലകൾക്ക് ഉദാഹരണങ്ങളാണ് ഇൻഫോ പാർക്ക് ആൻഡ് ടെക്നോ പാർക്ക് എന്ന്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ഹെൽപ്പ് ഇന്ത്യ grow further in knowledge sector? Technical experts who are well versed in English language. ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടിയ സാങ്കേതിക വൈദഗ്ധ്യം ഉള്ളവര്. The next about the wide domestic market. Wide domestic market. Wide means വിശാലമായ ആഭ്യന്തര കമ്പോളം. And also the strong private sector. Strong private sector means ശക്തമായ സ്വകാര്യ മേഖല. Strong private sector. Last is the development of science and technology. നമ്മൾ പറഞ്ഞത് what are the factors favorable for to attain more development in നോളജ് സെക്ടർ. നോളജ് സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം എന്നുള്ളത്. അപ്പം ടെക്നിക്കൽ എക്സ്പെർട്സ് ഹു ആർ വെരി വെൽ വേഴ്സ്ഡ് വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദെൻ വൈഡ് ഡൊമസ്റ്റിക് മാർക്കറ്റ്, വിശാലമായ ആഭ്യന്തര കമ്പോളം, ദെൻ നെക്സ്റ്റ് അബൌട്ട് സ്ട്രോങ് പ്രൈവറ്റ് സെക്ടർ, ശക്തമായ സ്വകാര്യ മേഖല, ആൻഡ് ഓൾസോ ഡെവലപ്മെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. അതായത് ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും വളരെയധികമായ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുമുള്ളതായ പുരോഗതി. ഇതൊക്കെയാണ് അറിവ് മേഖല വർദ്ധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇന്നത്തെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ എഴുതുക. എക്സ്പ്ലെയിൻ ദ മെയിൻ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട രീതികൾ ഏതെല്ലാം വിശദീകരിക്കുക. റൈറ്റ് ദ ലിമിറ്റേഷൻസ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പരിമിതികൾ ഏതെല്ലാം. വാട്ട് ആർ ദ ഫേവറബിൾ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ഹെൽപ്പ് ഇന്ത്യ ഗ്രോ ഫർദർ ഇൻ ദ നോളജ് സെക്ടർ. വാട്ട് ആർ ദ ഫേവറബിൾ. തേർഡ് വൺ ഈസ് ദാറ്റ് what are the favorable factors which can help India grow further in knowledge sector. അറിവ് മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഏതെല്ലാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടെക്സ്റ്റിൽ നോക്കി നല്ലതുപോലെ വായിക്കുക, മനസ്സിലാക്കുക, നോട്ട്സ് എഴുതുക. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ.